പെരുന്നാളാണ്. മലയൊന്തും ശിശുവതും ബാലിയും ഒക്കെ കണ്ട് പാല ഉറങ്ങാത്ത രാത്രി. എളിമയോടെ ജാതനായ മഹിത സ്നേഹമേ
അവസ്ഥയല്ല. എല്ലാവർക്കും തണുപ്പും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്ന് അറിയാം. എല്ലാവരും വന്നതിന് നന്ദി പറയുന്നു. സ്വാഗതം പറയുന്നതിനായിട്ട് സാൻഡോ ബിജുവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ആദ്യമായി ഹാപ്പി ക്രിസ്മസ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചിന്തിച്ച രാവാണ് ക്രിസ്മസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് യേശുവിൻ്റെ മനുഷ്യമകൻ. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൻ്റെ തകർച്ചകളുടെ വീഴ്ചാലുകളിൽ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യനെന്നും ഏകനാണ്. നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മഞ്ഞ് പെയ്യുന്ന ഈ രാവിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോഷി അച്ഛനും സിസ്റ്റേഴ്സിനും, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റെല്ലാവർക്കും യൂണിറ്റ് കുടുംബാംഗങ്ങളിൽ എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ അറിയിച്ചുകൊള്ളുന്നു.
രാവണഞ്ഞു മണ്ണിൽ താരം പൂത്തുണഞ്ഞു വാനിൽ ക്രിസ്മസ് രാവണഞ്ഞു മണ്ണിൽ താരം പൂത്തുണഞ്ഞു വാനിൽ മഞ്ഞുമാമരങ്ങൾ നെയ്ത കൂട്ടിലായി ഉണ്ണീഷു മണ്ണിൽ ജാതനായത പതയകി താരങ്ങളെല്ലാം ആട്ടിടെ കൂട്ടമായി നീങ്ങി പൊന്നുമേറ കുന്തിരിക്കമെല്ലാം രാജനായി കാഴ്ചയേകിയല്ലോ പാതയേകി താരകങ്ങളെല്ലാം ആട്ടിടെ കൂട്ടമായി നീങ്ങി പൊന്നുമേറ കുന്തിരിക്കമെല്ലാം രാജനായി കാഴ്ചയേകിയല്ലോ ക്രിസ്മസ് രാവണഞ്ഞു മണ്ണിൽ താരം പൂത്തുണഞ്ഞു വാനിൽ ക്രിസ്മസ് രാവണഞ്ഞു മണ്ണിൽ താരം പൂത്തുണഞ്ഞു വാനിൽ മഞ്ഞുമാമരങ്ങൾ നെയ്ത കൂട്ടിലായി ഉണ്ണീഷു മണ്ണിൽ ജാതനായിത പതേകി താരകങ്ങളെല്ലാം ആട്ടിടെ കൂട്ടമായി നീങ്ങി പൊന്നുമേറ കുന്തിരിക്കമെല്ലാം രാജനായി കാഴ്ചയേകിയല്ലോ പാതേകി താരകങ്ങളെല്ലാം ആട്ടിടെ കൂട്ടമായി നീങ്ങി പൊന്നുമേറ കുന്തിരിക്കമെല്ലാം രാജനായി കാഴ്ചയേകിയല്ലോ. അയ്യോ വയ്യ എന്തൊരു വേല അടുക്കളയിലെ വേല
പാത്രം തേച്ചു കഴുകണം. പതാകുമ്പോൾ കിണറ്റിൽ നിന്നും വെള്ളം വലിച്ചു കോരണം. തൊഴുത്തടിക്കണം, ചണമൊന്നും പശുവിനെയും കറക്കണം. കറി അരിയണം, മുളകരയ്ക്കാൻ കണക്കിനിടയ്ക്ക് വെക്കണം. കറിക്ക് ഇച്ചിരി ഉപ്പ് കുറഞ്ഞ ചേട്ടന്റെ ഇടിയും വേറെയും 5-6 മണിക്കൂറിൽ നോക്കണം. മർച്ചി പോലെ കൊച്ചന് കരച്ചിലോട് കരച്ചില്. അപ്പത്തെ വീട്ടിലെ രഹസ്യച്ചേട്ടൻ പറഞ്ഞതാണെന്ന് കേട്ടാണ്. മുത്തിയാൽ മുതുക്കിയാൽ ഇനിയൊന്നിയാളെ കേട്ടാണ്. സ്നേഹം കൊണ്ട് ഭൂമിയെ ചിന്തിച്ച രാവാണ് ക്രിസ്തുമസ്. നമ്മെ കാണാനും കേൾക്കാനും നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരാനുമായി സ്വർഗം വിട്ടിറങ്ങി വന്ന ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് യേശുവിൻ്റെ മനുഷ്യാവതാരം. ക്രിസ്തുമസ് പ്രത്യാശയുടെ വെളിച്ചമാണ് നമുക്ക് നൽകുന്നത്. ജീവിതത്തിൻ്റെ തകർച്ചകളിലെ നീർച്ചാലുകളിൽ ഉണ്ടായേക്കാം, പക്ഷേ അത്തരം പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് കുതിക്കുകയാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഭൗതിക നേട്ടങ്ങൾ ഒരുപാട് നേടിയിട്ടും മനുഷ്യനെന്നും ഏകനാണ്. നമുക്ക് നമ്മുടെ പ്രതിസന്ധികളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ മഞ്ഞ് പെയ്യുന്ന ഈ രാവിലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജോഷി അച്ഛനും സിസ്റ്റേഴ്സിനും, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റെല്ലാവർക്കും, യൂണിറ്റ് കുടുംബാംഗങ്ങളും എൻ്റെ സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, 5-ാം വാർഡില് നമ്മളിന്നിവിടെ ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ്. നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളിന്നിവിടെ കാണുന്നത്. ക്രിസ്മസിന് വേണ്ടി അച്ഛൻ ഇന്ന് പറഞ്ഞു, ഇന്ന് നമ്മള് ഹാപ്പി ക്രിസ്മസ് പറഞ്ഞുകൊണ്ട് ആധ്യാത്മികമായി നമ്മൾ ഒരുങ്ങാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഈ ആഘോഷത്തില് ആധ്യാത്മികതയുണ്ടായിരുന്നു, ഭൗതികതയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴാണ് മനുഷ്യ ജീവിതം ഒരുമിക്കുന്നത്. ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈശോയുടെ പിറവി, സങ്കീർത്തനം 34:5 ഇങ്ങനെ പറയുന്നു, അവനെ നോക്കിയവർ പ്രകാശിതരായി, ആരും ലജ്ജിതരായില്ല. നമുക്കറിയാം, യേശുക്രിസ്തു ജനിച്ചപ്പോഴ് ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഈ പുൽത്തൊഴുത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഉണ്ണി ഈശോയെ നമുക്ക് കാണാം. ആ ഉണ്ണി ഈശോയുടെ അടുക്കൽ ഞാനിപ്പോൾ നിൽക്കുന്നതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കാം. ആ ഉണ്ണി യേശുവിനെ കാണുവാൻ, ആ ഉണ്ണി ഈശോയുടെ അനുഗ്രഹം സ്വന്തമാക്കുവാനുള്ള നന്മ, പുണ്യങ്ങൾ, ഉൾക്കൂട്ടിലെ ആ പുണ്യങ്ങൾ, നാം കണ്ട വ്യക്തികളുടെ എല്ലാ പുണ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന്, അതിനുള്ള ആ കൃപ ഈശോയെ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ വരാൻ സാധിക്കാത്തവരെ കുറിച്ചും ധ്യാനിച്ചു. അവരിലുള്ള എൻ്റെ കുറവുകളെല്ലാം നീക്കിക്കൊണ്ട് എൻ്റെ ആ ജീവിതം കൂടുതൽ നല്ല ജീവിതമായിട്ട് മാറ്റിക്കൊണ്ട് പുതിയ വർഷത്തിൽ